ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയൻസ് ചെയ്യുന്നപ്പോൾ പുത്തുപുത്തൻ വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ പോയി മുടിയൊക്കെ വെട്ടി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇതാണ് പുതിയ ലുക്ക്. സൈഡിലൊക്കെ കുറച്ചിങ്ങനെ കുറച്ചുണ്ട്, ഈ സൈഡും കുറച്ചുണ്ട്, മുകളിലും ഒരു ഇത്തിരി കുറച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ലുക്ക്. മുടി അധികം വെട്ടിയതായിട്ട് തോന്നണമെന്നില്ലെങ്കിൽ എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം അടിപൊളിയായിട്ട് ലുക്ക്. ഇന്ന് വെറുതെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ബൈക്കൊന്നും കൊണ്ടുപോയി കഴിയണം. അപ്പോൾ അതാണ് ഫസ്റ്റ് പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് ബൈക്ക് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ബൈക്കിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ, അതായത് മൊത്തം പൊടിയൊക്കെ പിടിച്ച് ഇതായിരിക്കുകയാണ്. ഇതെൻ്റെ ചേട്ടൻ്റെ ബൈക്കാണ്, NS 200 ആണ് ബൈക്ക്. അപ്പോൾ സീറ്റ് പിന്നെ നമ്മുടെ പൂച്ചയുടെ സ്ഥിരം പരിപാടിയാണ്, പൂച്ചത് മാന്തി പൊളിച്ചെടുക്കും. അപ്പോൾ ഞാൻ തൊപ്പം അത് ഷോപ്പിൽ പോയിട്ടാണ് ഇത് കഴുകിയത്. അപ്പോൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കഴുകി തന്നു. അപ്പോൾ ഇത് ഏകദേശം അവിടെ 250 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്, വണ്ടി വാഷ് ചെയ്യാൻ, ബൈക്ക് വാഷ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ കഴുകി അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നപ്പോൾ തക്കാളി ഉണ്ടായിക്കണ കണ്ടു. അപ്പോൾ തക്കാളി വീട്ടിലുണ്ടായിക്കണുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു തക്കാളി പൊട്ടിച്ച് നമുക്കൊരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വെച്ചു. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് തേനാണ് എടുക്കുന്നത്. അപ്പോൾ തേൻ ഇവിടെ കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ കുറച്ച് തേൻ ആ പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം, ഇത് ഞാൻ എവിടെയോ കണ്ടൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ തക്കാളിന് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. 2 പീസാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒഴിച്ച ആ തേനിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് നമ്മുടെ ഫേസിലൊന്ന് ഒരു ക്ലീൻ ചെയ്യുക, സ്ക്രബ് ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫേസിൽ നന്നായി ഒന്ന് തേച്ച് കൊടുക്കാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫേസിൽ ജസ്റ്റ് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ സൈഡിലും നമ്മൾ ജസ്റ്റ് തേനിൽ മുക്കുക, അതിന് ശേഷം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഏതൊരു ഗ്ലോ കിട്ടുന്നതൊക്കെയാണ് ഞാൻ കണ്ടത്, ഓൺലൈനിൽ കണ്ടതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കണമല്ലോ ഗ്ലോ കിട്ടുമെന്ന്. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വെച്ചത്. അപ്പോൾ എല്ലാം തേച്ച് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ആയിരുന്നു ലുക്ക്. അതിന് ശേഷം ഒരു 30 മിനിറ്റ് 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കഴുകിക്കളഞ്ഞപ്പോൾ ഇതേപോലെ ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ വന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടി, അതായത് കുറച്ച് ഔട്ട്ഫിറ്റ് റീക്രിയേഷൻ റീലുകൾ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ലുക്ക്. അപ്പോൾ ഇത് ഏതൊക്കെ ആക്ടേഴ്സിൻ്റെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അതൊക്കെ റീലായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഫേസ് പാക്ക് സംഭവങ്ങളൊക്കെ അതിൻ്റെ ഒരു റീല് ഞാൻ ഷോർട്സ് ആക്കിയിട്ടുണ്ട്, റീലല്ല ഷോർട്സ് ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കിയതാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട്. പിന്നെ എന്താണ് കുറച്ച് ഔട്ട്ഫിറ്റ് റീക്രിയേഷൻ വീഡിയോസും കൂടി ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്തു. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇന്ന് കാണണമെങ്കിൽ, അതായത് ഇപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, സൺഡേ കാണണമെങ്കിൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലിട്ടുണ്ട്, മറ്റേ ഒരു ഗീവ് അവേയുടെ റീലിട്ടുണ്ട്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. നാളെ അതിൻ്റെ വിന്നേഴ്സിനെ, അതായത് നാളെ എന്ന് പറഞ്ഞാൽ നവംബർ 10 അതിൻ്റെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ വേഗം പോയിട്ട് ആ റീലിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ആ ഒരു കുറച്ച് അക്കൗണ്ട് ഉണ്ട്, അത് ഫോളോ ചെയ്യുക, 2 അക്കൗണ്ട് ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു കമൻറ്റ് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് കിട്ടും. ചിലപ്പോൾ ഡ്രസ്സാവും, ഷർട്ടാവും, അതേപോലെ തന്നെ ഷൂ ആവും, വാച്ചാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം തന്നെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താണ്, ഇന്നഞ്ഞ് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇത്ര ഉണ്ടായുള്ളൂ. ഞാൻ ജസ്റ്റ് കുറച്ച് ദിവസമായി ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട്, അപ്പോൾ 2 ദിവസമായി തോന്നുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ കൂടി വ്ളോഗാക്കിയിട്ടാണിത്. അപ്പോൾ എന്തായാലും അത്രത്തോളം ഉണ്ടായുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഗീവ് അവേയുടെ കാര്യം മറക്കണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നാളെ അതിൻ്റെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. ആ വീഡിയോ റീലാക്കി ഇൻസ്റ്റയിലിടും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയാണ്. ഇനി അടുത്ത വീഡിയോ കാണാം. പിന്നെ അതുപോലെ തന്നെ വ്ളോഗിൻ്റെ എങ്ങനത്തെ വ്ളോഗാണ് ചെയ്യേണ്ടതെന്നൊക്കെ അല്ല കണ്ടൻറ്റ് ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ബൈ.